ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കേക്ക് ആയാലോ. അപ്പോൾ അതിന് വേണ്ടി 2 റോബസ്റ്റ പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 3 എടുക്കാം. എന്നിട്ട് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഈ പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് കൊണ്ട് നല്ലപോലെ ഇതൊന്ന് ഉടച്ച് വെക്കാം. നമ്മൾ പഴം എടുക്കുമ്പോഴും നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഉടച്ചെടുത്തിരിക്കുന്നത്. അത്യാവശ്യം കഴിക്കാനൊക്കെ ഉള്ള രീതിയിലാണ്. ഇത് മാറ്റി വെച്ചൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കുന്ന ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം പഴം ഉടച്ചതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ ഒരു വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നമുക്ക് മെൽറ്റഡ് ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ വെച്ച് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അരിച്ച് ചേർക്കാം. ഇതങ്ങനെ ഫുള്ളായിട്ട് സീവ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒരു സ്പാറ്റുല വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഇല്ല, നമ്മൾ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരം നമുക്ക് ചോക്കോ ചിപ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്ന് ഓൾറെഡി ബട്ടറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചോക്കോ ചിപ്സൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ പഴയൊരു ചീനച്ചട്ടി വെച്ച് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ് മീഡിയം ഫ്ലെയിമിൽ. അതിലൊരു സ്റ്റാൻഡ് വെച്ച് നമ്മുടെ കേക്ക് ടീന് ഇതേപോലെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30-35 മിനിറ്റിൽ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായി കിട്ടും. ഞാനൊരു 30 മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ആവാനുണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റും കൂടി വെച്ചെടുത്തപ്പോഴേക്കും കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു കത്തി കൊണ്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു വെക്കാം. എന്നിട്ട് ഞാനിവിടെ ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെയാണ് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. ചൂടോടുകൂടി ഈ കേക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴുത്ത റോബസ്റ്റ പഴമൊക്കെ ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണിത്. നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആക്കണമെങ്കിൽ മൈദക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂടോടുകൂടിയാണ് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴയുള്ള സമയത്തും കഴിക്കാൻ പറ്റിയൊരു കേക്കാണ്. അതുപോലെ നമുക്ക് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് കടിക്കുമ്പോൾ പഴത്തിൻ്റെയും ചോക്ലേറ്റിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല അടിപൊളിയാണ്. ഇതിനു മുമ്പ് നമ്മൾ റോബസ്റ്റ പഴം കൊണ്ടുള്ള കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അതൊരു വാനില ചോക്കോ ഫ്ലേവറിലായിരുന്നു. ഇത് നമ്മൾ ഫുള്ളി ചോക്ലേറ്റി ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവനും ബീറ്ററും പഞ്ചസാരയൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ കേക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.